In this video, we can discuss about pharmacology of antiplatelet drugs or antithrombotic drugs. It's an important topic from pharmacology of drugs used in cardiovascular system. So as a definition, antiplatelet drugs or antithrombotic drugs are the drugs which will interfere the platelet function and which are useful in prophylaxis of thromboembolic disorders. അപ്പോൾ ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ്, പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് ബ്ലഡിലുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടായിട്ട് ബ്ലീഡിങ്, ബ്ലഡ് വെസൽസിൽ ഇഞ്ചുറി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ത്രോംബസ് ഉണ്ടായിട്ട് ബ്ലഡ് ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഡ്രഗാണ്, ഒരു കമ്പോണൻ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആൻറ്റിപ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. Now coming to the classification of antiplatelet drugs, it is mainly classified into thromboxane synthesis inhibitors like aspirin, platelet cyclic AMP enhancers like dipyridamole, P2Y12 receptor blockers like ticlopidin and clopidogrel and prasugrel, then GP2 and GP3 antagonists like abscimab, eptifibatide and tirofiban. Okay, so before going to the antiplatelet drugs, we have to understand some basic things. First thing is hemostasis. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത് ബ്ലഡ് ബ്ലീഡിങ്ങിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൽ പല ഫാക്ടേഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. കൊളാജൻസുകൾ ബ്ലഡ് ഇഞ്ചുറി വരുന്ന സമയത്ത് കൊളാജൻ എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് ഇൻട്രിൻസിക് പാത്വേ വഴി കൊയാഗുലേഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് റിയാക്ഷൻ ഉണ്ടായിട്ട് ലൂസ് പ്ലേറ്റ് ഓഫ് അഗ്രിഗേഷൻസുകൾ ഉണ്ടാവുന്നുണ്ട്. ബ്ലഡ് വെസൽ കൺസ്ട്രിക്ഷൻ ഉണ്ടായിട്ട് അത് രണ്ടും കൂടി ഒരു പ്രൈമറി ഹീമോസ്റ്റാസിസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ് ഉണ്ടായിട്ട് എക്സ്ട്രിൻസിക് പാത്വേ വഴി ബ്ലഡ് കൊയാഗുലേഷൻ ഉണ്ടാക്കി ത്രോംബിൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ത്രോംബിനും ലൂസ് പ്ലേറ്റ്ലെറ്റോ അഗ്രിഗേഷനും കൂടിയിട്ടാണ് ഹീമോസ്റ്റാസിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഗതി പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതെന്ന് ആദ്യം അറിഞ്ഞു കഴിഞ്ഞാലാണ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻസുകൾ എങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ മുകളിൽ ഒരു റിസപ്റ്റേഴ്സുകളുണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് വിൽ എക്സ്പ്രസ് സെവറൽ റിസപ്റ്റേഴ്സ് ലൈക്ക് ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻറ്റഗ്രിൻ റിസപ്റ്റർ വിച്ച് ഈസ് നോൺ ആസ് GP receptors. So when there is an damage in the vascular endothelial cells, some reacting proteins like collagen will be exposed. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യമാണ്, ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്ത് കൊളാജൻ എക്സ്പോഷർ ഉണ്ടാവും. ഈ കൊളാജൻ എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് ഈ കൊളാജൻ നമ്മുടെ ബോഡിയിലുള്ള പ്ലേറ്റ്ലെറ്റ്, ബ്ലഡിലുള്ള പ്ലേറ്റ്ലെറ്റിൻ്റെ GPA ആൻഡ് GPI, അതായത് ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻറ്റഗ്രിൻ A, ഗ്ലൈക്കോപ്രോട്ടീൻ ഇൻറ്റഗ്രിൻ B റിസപ്റ്ററുമായിട്ട് അത് റിയാക്ട് ചെയ്യും. അത് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊരു പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ ഉണ്ടാക്കും. ആൻഡ് ദേ വിൽ റിലീസ് സം pro-aggregatory as well as vasoconstrictor mediators like thromboxane and ADP, adenosine diphosphate and 5-HT. And these mediators will bind with the conformational changes, will bind with the receptor GP2 as well as GP3 receptor, which will undergo conformational change favoring binding of fibrinogen and von Billard's factor that cross-link the platelet inducing aggregation and anchor to the vessel or a wall of other surface. Thus platelet plug are formed. So this is the normal pathway of platelet aggregation. അപ്പോൾ ഇതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് കാണിക്കുകയാണെങ്കിൽ ഫ്ലാഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമ്മളെ ബ്ലഡ് വെസൽസിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത് ഇവിടുന്ന് കൊളാജൻ എക്സ്പോസ് ആവാം, അല്ലെങ്കിൽ വോൺ ബില്ലാർഡ് ഫാക്ടർ എക്സ്പോസ് ആവാം. ഈ രണ്ട് ഫാക്ടേഴ്സുകളും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റിലുള്ള GP2 റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് പ്ലേറ്റ്ലെറ്റിന് അഡ്ഹീഷനും അതിനെ ആക്ടിവേറ്റും ചെയ്യും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് നിന്ന് ത്രോംബോക്സിനും ADP, അഡിനോസിൻ ഡൈഫോസ്ഫേറ്റും അതുപോലെ 5-HT എന്ന് പറയുന്ന മീഡിയേറ്റേഴ്സുകൾ റിലീസ് ചെയ്യും. ഈ ത്രോംബോക്സിൻ ഫർദർ പ്ലേറ്റ്ലെറ്റ് റിക്രൂട്ട്മെൻറ്റും ആക്ടിവേഷനും ഉണ്ടാക്കും. ഓക്കെ, അതുപോലെ ഈ ADP എന്ന് പറയുന്നത് P2Y12 റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്ത് ഫർദർ പ്ലേറ്റ്ലെറ്റ് റിക്രൂട്ട്മെൻറ്റും ഉണ്ടാവും. ഇതേ സമയത്ത് തന്നെ ടിഷ്യൂ ഫാക്ടർ വഴി റിലീസ് ചെയ്തിട്ടുള്ള ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ വഴി ബ്ലഡ് കൊയാഗുലേഷൻ ഉണ്ടായിട്ടുള്ള ത്രോംബിനും
ഇവിടെ ഉണ്ടായിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് അഡ്ഹീഷനും കൂടി കമ്പൈൻ ചെയ്തിട്ട് അത് GP2 ആക്ടിവേഷൻ ഉണ്ടാവും. പ്ലേറ്റ്ലെറ്റിൻ്റെ മുകളിലുള്ള റിസപ്റ്ററിൽ ആക്ടിവേഷൻ ഉണ്ടാവും. ഇതാണ് പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ആയിട്ട് വരുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരു ഡ്രഗ് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് അഡ്ഹീഷൻ ഉണ്ടായിട്ട് പ്ലേറ്റ്ലെറ്റ് മീഡിയേറ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ കോക്സ് എന്ന് പറയുന്ന സൈക്ലോജിനേസ് എൻസൈം എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മീഡിയേറ്ററാണ് ത്രോംബോക്സൈൻ A2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സുകൾ കൊടുക്കാം, ആസ്പിരിൻ എന്ന് പറയുന്ന ഡ്രഗ്സുകൾ. അതല്ലെങ്കിൽ ഇനി ഈ പ്ലേറ്റ്ലെറ്റ് റിക്രൂട്ട്മെൻറ്റും ആക്ടിവേഷനും ഉണ്ടാക്കുന്നത് എപ്പോഴാണ്? P2Y12 റിസപ്റ്ററിൽ ADP വൈൻഡ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ അതിന് കൺഫർമേഷണൽ ചേഞ്ച് അല്ലെങ്കിൽ ഈ P2Y2 റിസപ്റ്ററിൽ കൺഫർമേഷണൽ ചേഞ്ച് ഉണ്ടായിട്ട് ADP വൈൻഡ് ചെയ്യാത്ത ADPനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഡ്രഗ്സുകൾ കൊടുക്കാം. അതാണ് ടിക്ലോപിഡിൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സുകൾ, ക്ലോപ്പിഡഗ്രൽ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സുകൾ അങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി GP2 റിസപ്റ്ററിനെ ഡയറക്റ്റ് ആയിട്ട് ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് അബ്സിസിമാബ് എന്ന് പറയുന്ന ഡ്രഗ്സുകൾ. Now let's see one by one. First one is thromboxane synthesis inhibitors like aspirin. So mechanism of action, as the name indicate, they will acetylate and they will inhibit the enzyme COX-1 and thromboxane synthase. So they will inhibit the synthesis. Here they will act on COX enzyme and it will inhibit the synthesis of thromboxane from platelet. ഓക്കെ, സോ ഇപ്പോൾ ബാക്കിയുള്ള ആക്ഷൻസുകളൊന്നും ഉണ്ടാവില്ല. പ്ലേറ്റ്ലെറ്റ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാവുന്നില്ല, ആക്ടിവേഷൻ ഉണ്ടാവുന്നില്ല, അത് ത്രോംബൈനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല, പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ ഉണ്ടാവില്ല. ഓക്കെ, നൗ thromboxane is a major arachidonic acid product generated by the platelet, and that platelet are exposed to aspirin in portal circulation before it is deacetylated during first pass in metabolism in liver. And because the platelet cannot synthesize fresh enzyme, thromboxane A2 formation is suppressed at very low dose, and still fresh platelets are formed. And aspirin also will inhibit the release of ADP from the platelet, and their sticking they will inhibit the sticking of each other. Now coming to the second drug, the cyclic AMP enhancer dipyridamole, which is an anti-anginal drugs with vasodilatory action, and the mechanism of action, they will inhibit an enzyme, phosphodiesterase enzyme, and thereby it will block the uptake of adenosine to increase the platelet AMP, which in turn potentiate the prostaglandin I2 synthesis, and it will interfere with aggregation. So that is the mechanism of action. Dipyridamole will act on block the uptake of adenosine, so there will be an increased cyclic AMP, so it will leads to vasodilation as well as anti-platelet aggregatory action. Okay, now coming to uses of pyridamole. Alone it have little clinical significant effect, but it will improve the response to warfarin. Along with it is used to decrease the incidence of thromboembolism in patient with prosthetic heart valve, and also used to enhance the antiplatelet action of warfarin along with the aspirin. So these are the uses of pyridamole. Now coming to P2Y2 receptor blocker like ticlodipin and clopidogrel. Mechanism of action, they will alter the surface receptor P2Y12 on the platelet, and they will inhibit the ADP binding with the receptor, and also it will inhibit the fibrogen induced platelet aggregation without modifying GP2B as well as GP3A receptors. So these are the site of actions of ticlodipin, clopidogrel, prasugrel, etc. They will act on P2Y2 receptor and they will inhibit the ADP, and also they will inhibit the thrombin associated fibrinogen mediated platelet aggregation without modifying GP2 as well as GP3A activation. Okay, so that is the mechanism of action of ticlopidin as well as clopidogrel. Now coming to the adverse drug reaction, ticlopidins will produce a diarrhea, vomiting, abdominal pain, headache, tinnitus and skin rashes, serious adverse effects like bleeding, neutropenia, thrombocytopenia, hemolysis and jaundice. And ticlopidins are mainly used in case of stroke patient, transient ischemic attacks, transmittent claudication, unstable angina, percutaneous coronary interventions, coronary artery bypass graft as well as secondary prophylaxis in myocardial infarction,
and combined with aspirin has markedly lowered the incidence of retinosis after PCI as well as tendous thrombosis. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷന് ഇൻഹിബിറ്റ് ചെയ്യാനുള്ള ഡ്രഗ് ആയിട്ടാണ് ടിക്ലോഡിപ്പിൻ കൊടുക്കുന്നത്. നെക്സ്റ്റ് വിച്ച് ഈസ് അനദർ കോൺഗർ ഓഫ് ടിക്ലോഡിപ്പിൻ. അതേ ഗ്രൂപ്പിൽ വരുന്ന വേറൊരു ഡ്രഗാണ് ക്ലോപ്പിഡഗ്രൽ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിൽ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗാണ്. പല ബ്രാൻഡ് നെയിമിലും അവൈലബിൾ ആയിട്ടുള്ള നമ്മൾ ക്ലോപ്പിലെറ്റ്, ക്ലോപ്പി ടാബ്, ഇങ്ങനെ പല നെയിമിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗാണ് ക്ലോപ്പിഡ്രഗോൾ വിത്ത് ആസ്പിരിൻ. ക്ലോപ്പിലെറ്റ് A150 എന്നൊക്കെ ബ്രാൻഡ് നെയിമിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. This is a newer and potent conqueror of ticlodipin, which has similar mechanism of action as that of ticlodipin. It will irreversibly inhibit the platelet function and which have a range of therapeutic efficacy, which is safer and better tolerated. Now coming to the adverse drug reaction, it may produce bleeding, diarrhea, epigastric pain, rashes, neutropenia, thrombocytopenia and other bone marrow toxicity. And this is mainly used in combination with aspirin in preventing ischemic episode and also utilized for checking retinosis of stented coronaries. മെയിനായിട്ട് ബ്ലോക്ക് വന്നിട്ടുള്ള ആൾക്കാർ ഇതിലൊക്കെയാണ് ഈ ഒരു ഡ്രഗ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ അബ്സിസിമാബ്. മെക്കാനിസം ഓഫ് ആക്ഷൻ, ദ FAB fragment of chimeric monoclonal antibody will act against the glycoprotein 2B as well as 3B receptor, which is non-antigenic. So they will act here, glycoprotein 2 activation, which is necessary for the thrombin as well as fibrinogen mediated platelet aggregation. Now this is a non-antigenic drug, and important ADR is bleeding and may cause thrombocytopenia, hypotension and bradycardia, and this is mainly used to prevent the platelet aggregation in patients have percutaneous coronary interventions and administered along with the aspirin and heparin of low molecular weight heparins. Okay, so that is the abscessimab. So this is the site of action of abscessimab. Now coming to the uses of antiplatelet drugs. It is mainly used for the treatment of coronary artery diseases, acute coronary syndromes, cerebral vascular diseases, prosthetic heart valve and arteriovenous shunts, venous thromboembolism, peripheral vascular diseases, acute myocardial infarction, coronary angioplasty, stents and bypass implants. ഈ ഒരു കേസിലൊക്കെ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷന് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന ആൻറ്റി ത്രോംബോട്ടിക് ഡ്രഗ്സ് അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ഡ്രഗ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്ന ഡ്രഗ്സുകൾ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ആൻറ്റി പ്ലേറ്റ്ലെറ്റ്സ്. ഇതിൽ ക്ലോപ്പിഡഗ്രോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗാണ്. ബാക്കിയുള്ള ഡ്രഗ്സുകളൊക്കെ പല ക്ലാസിഫിക്കേഷനിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആസ്പിരിൻ NSAIDയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡൈപിരിഡമോൾ ആൻറ്റി അഞ്ചൈനൽ ഡ്രഗിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ് ക്ലോപ്പിഡഗ്രോൾ ആണ്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.